വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ബാച്ചിലർ കുക്കർ ചിക്കൻ കറിയാണ്. ഈ റെസിപ്പിയിലേക്ക് വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ആട്ടോ. കാരണം എപ്പോൾ ഞാൻ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലും ഈ ബാച്ചിലേഴ്സ് ഉണ്ടാക്കുന്ന കുക്കർ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്, അതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണെന്ന് പറയും. അങ്ങനെ കൊതിപ്പിച്ച് ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കി തന്ന റെസിപ്പിയാണ് ഈ ബാച്ചിലേഴ്സ് കുക്കർ ചിക്കൻ കറി. ഇവിടെ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിൻ വേണ്ടവർക്ക് സ്കിൻ വയ്ക്കാം, ഇല്ലയെന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ മീഡിയം സൈസിലിട്ട് വേണം കട്ട് ചെയ്യാൻ. ഭയങ്കര സ്മോൾ ചില്ലി പീസ് പോലെ കട്ട് ചെയ്യരുത്. ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കാം. മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് സവാള ഒരെണ്ണം കൂട്ടാം. ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കുക. അത് ചെറുതായിട്ടല്ല, കുറച്ച് തിക്നെസ്സിൽ കട്ട് ചെയ്യാം. ഇവിടെ ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്. 3 പച്ചമുളകും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. ഇവിടെ 1 ഇഞ്ച് വലിപ്പമുള്ള ചെറിയ 4 ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഒമ്പത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരില്ലേ, അവർ അതനുസരിച്ച് കൂടുതലായിട്ടോ എടുക്കാം. കുറച്ച് വേണ്ടവർക്ക് കുറച്ചായിട്ടും എടുത്താൽ മതി. അതേപോലെ ഇതെല്ലാം നമ്മൾ ചോപ്പറിൽ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കും. ഇതിലോട്ട് ഒരു വേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം ചതച്ചിട്ടാലും പ്രശ്നമില്ല. ഇനി ഒരു ചെറിയ കുക്കർ എടുക്കാം. അത് ഇവിടെ 3 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതും ഇപ്പോൾ കുരുമുളക് പൊടിച്ചെടുത്തതാട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല. വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ് ഏറ്റവും നല്ലത് എല്ലാ കറിക്കും ഉപയോഗിക്കാൻ. കുറച്ച് ഓയിൽ, ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കറിക്കൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, ഉപ്പ് 1/2 ടീസ്പൂൺ ഇപ്പോൾ ആഡ് ചെയ്യുന്നു. പിന്നീട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ കൈ വെച്ച് വേണം ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കൈ വെച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അത് ആഡ് ചെയ്യാം. ഈ ഒരു കാര്യം ഓപ്ഷണലാണ്. ക്രഷ്ഡ് ചില്ലി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കയ്യിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കൈ വെച്ച് ചെയ്താൽ ആ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. അത് കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാം. ഈ കയ്യിൽ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. എല്ലാ ചിക്കൻ പീസിലും ആ കൂട്ട് മിക്സ് ആവണം. ഓൾറെഡി ചിക്കനിൽ വെള്ളം ഇറങ്ങും. നമ്മൾ അടുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അടുപ്പ് കത്തിക്കുക, കുക്കർ എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം എയർ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വിസിലിടാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ എല്ലാവരുടെയും
ഷെഫുമാർക്ക് സേഫ്റ്റി. ഇത് ലോ ഫ്ലെയിമിൽ 3 തവണ വിസിലടിക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, ലോ ഫ്ലെയിമിൽ 3 തവണ വിസിലടിച്ച കുറുകിന്. നമുക്ക് നോക്കാം. താനെ എയർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക. അതെടുത്ത് ഒരു പാനിലോട്ട് മാറ്റുക. ഇനി വെന്തോന്ന് കാണിച്ചു തരട്ടെ. 3 വിസിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇറച്ചി എല്ലിന്ന് നന്നായിട്ട് വിട്ടും പോയിട്ടില്ല, എന്നാൽ ആ പീസായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 3 മിനിറ്റോളം തിളപ്പിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ മസാലയും ഉപ്പും എല്ലാം ആ ഇറച്ചിയിലോട്ട് പിടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇത് കാണുമ്പോൾ സാധാരണ നമ്മുടെ ചിക്കൻ കറി പോലെ തന്നെയല്ലേ എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചു പോകും. പക്ഷേ അല്ല, ഇതിൻ്റെ സ്മെല്ലിലാണ് ഡിഫറൻസ് ഉള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ വേവിച്ച ഇറച്ചിയുടെയും കൂടി വരുന്ന ആ സ്മെല്ലില്ലേ, അതാണ് നമ്മുടെ ബാച്ചിലേഴ്സ് കുക്കർ ചിക്കൻ കറിയുടെ ഹൈലൈറ്റ്. അപ്പോൾ പെട്ടെന്ന് പോയി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക.